ഹായ്, നമ്മളിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വിഷയം നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയാണ്. ഗുരുവായൂർ ആനക്കോട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പുന്നത്തൂർ കോട്ട എന്ന് പറയും. 400 വർഷം പഴക്കമുള്ള ആനച്ചരിത്രമുള്ള തറവാടാണ് ഈ പുന്നത്തൂർ കോട്ട. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം ഇങ്ങോട്ടുള്ളൂ. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ഇങ്ങനെയാണ് ചാർജ് വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് പുറത്ത് വണ്ടി പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ 20 രൂപ അല്ല 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ആനക്കോട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുന്നത്തൂർ കോട്ടയാണ്. ഏകദേശം 46ഓളം ആനകളുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് കുറേ ആനകൾ നമുക്ക് കാണാൻ പറ്റും. കുറേനൊക്കെ ഉള്ളിലോട്ടാണ് കെട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആക്രമകാരികളായ ആനകളെയൊക്കെ നമ്മൾ ഉള്ളിലോട്ടാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇനി ഉള്ളിലോട്ട് കയറിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം ടിക്കറ്റ് ഉള്ളിൽ കാണിച്ച് വേണം ഉള്ളിലോട്ട് കയറി പോകാൻ വേണ്ടി. കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ആനയെ കാണാൻ പറ്റും. അത് മതപ്പാട്ടിലാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പാടില്ല. അത് ദൂരെ നിന്ന് കാണാൻ പറ്റും. ആൾ കുറച്ച് വയലൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ആനകൾക്ക് വേണ്ട ഫുൾ കാര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം, കുളിക്കാനുള്ള കുളം, അങ്ങനെ ചികിത്സിക്കാൻ ഡോക്ടർമാർ, അങ്ങനെ പരിചരിക്കാൻ ധാരാളം ആൾക്കാർ, അങ്ങനെ എല്ലാത്തിനും ഇവിടെ ധാരാളം ആൾക്കാർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആനകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റും എല്ലാത്തിനും പറ്റുന്ന ഒരു റിസോർട്ട് ലൈഫ് എന്ന് വേണം പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ലൈഫാണ് ഇവിടെ. എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു നല്ലൊരു അടിപൊളി ലൈഫാണ്. അപ്പോൾ ഇവിടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഇതാണ് ആനകളുടെ കുളക്കടവ്. ആനകളുടെ കുളിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഇറങ്ങി യുദ്ധങ്ങളിൽ നീരാടുന്ന ആനകളുടെ ഒരു മെയിനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ആനകളെ മെയിനായിട്ട് ഇറങ്ങി കുളിപ്പിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ആനകൾക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ധാരാളം പനപ്പട്ടയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നത് ആനകളുടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്. അതുങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അവിടെ ആനകൾ കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പൈപ്പ് വെച്ചും കുളത്തിലിറങ്ങാനൊക്കെ തന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഓഫീസുകളാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുകളാണ് സെൻട്രൽ സൈഡിലുള്ളത്. ഇവിടെയുള്ള ഓരോ ആനയും ഓരോ സ്റ്റൈലാണ്. അതുങ്ങളുടെ പ്രായം വ്യത്യാസമുണ്ട്, അതുങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം എല്ലാം ഓരോ തരത്തിലുള്ള ആനകളാണ് ഇവിടെ ഉള്ളത്. ധാരാളം ആനകൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ട. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ധാരാളം ആനകൾ ഉള്ളിലോട്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതുങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാരണം അതുങ്ങളൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ള കാരണമൊക്കെ ആനകൾ ധാരാളമുണ്ട്.
അപ്പം അതുങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് പുറത്ത് കെട്ടിയ ആനകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതുങ്ങൾ ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്ന് കെട്ടുകയാണ് ചെയ്യുക. ആനകളെ മാറ്റി മാറ്റി കൊണ്ടുപോകും. അങ്ങനെ അവരെ കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ തന്നെ കൊണ്ടുവന്ന് കെട്ടുന്ന രീതിയിലാണുള്ളത്. वो है केले का फाड़ा उसमें अब इसको खाएगा।